ഐലൻഡിലാണ് ഇവിടുത്തെ കടലിൻ്റെ നടുക്കായിട്ട് കാണുന്ന കൊട്ടാരം അത് ഇവിടുത്തെ പ്രധാനമന്ത്രി വസിക്കുന്ന കൊട്ടാരമാണ്. ഒഴിവുകാല വസതി. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാണാം, കടൽ കാഴ്ചയാണ്. സൗദി ബഹ്റൈൻ പാലമാണ്, രണ്ട് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. റോഡ് മാർഗം നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ്. പതിനഞ്ച് കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാം. കടലിനെത്താൻ പറ്റിയേ തണൽ വരുന്ന നമ്മുടെ തോട്ടാണ്, ഭീമകാശത്തോട്ടാണ്. വലിയ കടൽപ്പത്തി കിട്ടാൻ ചിലവ് വരുന്നത് തടലിലൊക്കെ നമ്മുടെ വിഴിഞ്ഞത്തായാലും നമ്മുടെ അവിടെയുള്ള ബോംബെയിലെ ഒക്കെ ഭയങ്കര തരം ആകാശം പെട്ടെന്ന് മല വരുന്നത്. ഇത് പിന്നെ അത് ഇവിടെ നമുക്ക് നടന്നു പോകാമല്ലോ. അത് പറയുന്നത് തവണ അങ്ങോട്ടാണ്. പിന്നെ സുനാമി വന്നപ്പോൾ ഇവിടെ വിഷയം ഉണ്ടായിരുന്നു ഇല്ലയോ? ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കടൽ മാർഗം കടലിൻ്റെ നടുക്കുകൂടി കടൽപ്പാലമെന്ന് പറയാം. ഇത്രയും കിലോമീറ്ററോളം ദൂരത്തിൽ കടലിൻ്റെ നടുക്കുകൂടി പാതയൊരുക്കി ക്രമീകരിച്ചിരിക്കുന്ന ഒരു പാലമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും കാണാമല്ലോ, ഇത് കടലാണ്. കടൽ സെൻറ്ററിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ടവറിനോട് വരെ നമുക്ക് യാത്ര അതിനപ്പുറം സൗദിയാണ്. ഓ, അത് ശരി. അതായത് ഈ ടവർ ബഹ്റൈനാണ്, അതിനപ്പുറത്ത് ഇതേപോലെ തന്നെ അപ്പുറത്ത് വേറൊരു ടവറുണ്ട്, അവിടെ സൗദിയാണ്. ഓ, ഭയങ്കര വ്യൂ. ഈ കാണുന്ന ഒരു ടവർ കാണുന്നുണ്ട്, അത് കഴിഞ്ഞ അപ്പുറം സൗദിയാണ്. ടവർ നമ്മൾ കാണുന്നു, അതിനപ്പുറത്ത് കാണുന്ന ടവർ സൗദി അറേബ്യ എന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യമായിരിക്കുന്നു സൗദി അറേബ്യയാണ് അപ്പുറത്തെ സ്ഥലം. ആ കാണുന്നതായ സ്ട്രൈറ്റ് കാണുന്ന ടവർ സൗദി അറേബ്യ. റൈറ്റിൽ കാണുന്നത് ബഹ്റൈൻ. ഇപ്പുറത്തെ സൗദി. ഇത് സൗദിയിലേക്ക് പോകുന്ന വണ്ടികളാണ്. ഇതെല്ലാം കാണുന്നത് സൗദി. ഈ സൗദിയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് പോകുന്നതല്ല. എല്ലാം സൗദി അറേബ്യക്ക് പോകുന്ന വാഹനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് മാർഗം വളരെ എളുപ്പമാണ്. റോഡ് മാർഗം വളരെ പെട്ടെന്ന് അടുത്ത രാജ്യത്തേക്ക് എത്തുവാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഡെയിലി വരുന്നത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ സൗദിയുടെ ദമാമിൽ നിന്നും കോബാറിൽ നിന്നും ജുബൈലിൽ നിന്നും സൗദിയുടെ വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ബഹ്റിലേക്ക് വന്ന് പോകുന്നത്. വളരെ എളുപ്പം യാത്രയാവുന്ന നല്ല വളരെ വീക്ഷണത്തോട് വീതി കൂടിയ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു പാലമാണിത്. കടൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ടവർ ശേഷം അടുത്ത ടവറിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്.
ഇവിടെ ഒരു ഒരു മസ്ജിദ്, ടോളാണ്, ഇവിടെ ഒരു മസ്ജിദുണ്ട്, ടോൾ ഗേറ്റാണ് കാണുന്നത്. ഒരു മസ്ജിദുണ്ട്, ദേവാലയമുണ്ട്. ദേവാലയം, പള്ളിയാണ്. വരുന്ന സഞ്ചാരികൾക്ക് നിസ്കരിക്കാനും പ്രാർത്ഥന നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. സിഗ്നൽ മാറി, അതുകൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുന്നു. അല്ല ബാറ്ററി എല്ലാം സൗദിക്ക് പോകുന്ന വണ്ടികളാണ്. നമുക്ക് ഇതുവരെ വരാൻ ഒക്കും അല്ലേ? ഇവിടം വരെ വർഷങ്ങളെ കപ്പാ സൗകര്യമുണ്ട്. മാർപ്പാപ്പ ഇവിടെ വന്ന് ഈ പള്ളി അല്ലെങ്കിൽ ഈ ചർച്ച് ഉദ്ഘാടനം ചെയ്തതാണ്. അതിമനോഹരമായ ഒരു ദേവാലയമാണിത്. മാർപ്പാപ്പയാണ് ഇവിടെ ഓപ്പൺ ചെയ്തത്. ഇവിടെ ഇത് മരുഭൂമിയുടെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് തന്നെ ഇവിടെ നമ്മൾക്ക് കടന്നു വരാൻ കഴിയില്ല. പ്രത്യേകമായ അനുമതി ലഭിച്ചിട്ടാണ് ഇവിടെ വരുവാൻ ഇടയായത്. ഈ രാജ്യത്തിൻ്റെ അങ്ങോട്ടും നോക്കണം, ഭരണാധികാരിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, എൻ്റെ ആത്മസുഹൃത്താണ്. അദ്ദേഹം മുഖാന്തരമാണ് എനിക്ക് ഇവിടെ വരുവാൻ ഇടയായത്. എല്ലാം തുറന്നു കാണിക്കുകയാണ്, അകത്ത് കയറുകയാണ്. ദേവാലയത്തിൻ്റെ ഫസ്റ്റ് കവാടമാണ്. ഇതാണ് ദേവാലയം. പ്രൈസലോ പ്രൈസലോ പ്രൈസലോ. കർത്താവേ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാ വിശ്വാസികളെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മേഖലയാണ്. ബാൽക്കണിയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉള്ളതുപോലെയാണ് ഇവിടുത്തെ ഈ ചർച്ച്. വളരെ കാണേണ്ട ഒരു ദേവാലയം തന്നെയാണത്. വിശ്വാസികളാൽ നിറയപ്പെടുന്ന ദേവാലയത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കടന്നു വരുവാൻ, ഈ മേഖലകളൊക്കെ കാണുവാൻ കർത്താവ് ഇടയാക്കി. ആമേൻ. ഇവിടെ വരുമ്പോൾ നമ്മളിവിടെ വരുന്നവരെ പേര് എഴുതേണ്ടതുണ്ട്.
കാണേണ്ടത് ദേവാലയമാണ്. ഞാൻ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിൽക്കുന്നത് ബഹ്റൻ എന്ന പട്ടണത്തിൽ നിന്നും 20 കിലോമീറ്റർ അകലെയായി ഒരു മരുഭൂമി പ്രദേശമാണ്. ഈ ചുറ്റും കാണുന്നത് മരുഭൂമിയാണ്. ആ മരുഭൂമിയുടെ നടുവിലായി ഒരു വലിയ വൃക്ഷം നമുക്ക് കാണുവാൻ കഴിയും. ആ വൃക്ഷമാണ് നിങ്ങൾ കാണുന്നത്. വളരെ അധികം വിസിറ്റേഴ്സ് ഇവിടെ വരാറുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ദൃശ്യം കാണേണ്ടതാണ്. കാണുവാനായിട്ട് അനേകം ഇവിടെ വരുന്നു. ഇതാണ് മരം. കാണേണ്ട ഒരു അതിശയ കാഴ്ച തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശിഖരങ്ങളാൽ നിറയപ്പെട്ട വലിയ മരമാണ്. ചുറ്റും മരുഭൂമിയാണ്. ഈ മരുഭൂമിയുടെ അങ്ങേ ഭാഗങ്ങളിലായി കാണുന്നത് എണ്ണപ്പാടങ്ങളാണ്. ഭൂമിക്കടിയിൽ നിന്നും എണ്ണ എടുക്കുകയും അത് പൈപ്പ് വഴി അമേരിക്ക മുതലായ രാജ്യങ്ങളിലേക്ക് കടത്തി അയക്കുകയും ചെയ്യുന്ന മേഖലയാണ്. നമ്മുടെ നാട്ടിൽ പെട്രോൾ പമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ എടുക്കുന്ന ഒരു മേഖലയാണ് കാണുന്നതെല്ലാം. അതിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ മരം എന്തുകൊണ്ടും വളരെ ബഹ്റിനിലെ മനോഹരമായ കാഴ്ചകളിൽ ഒരു പ്രധാന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. 500-1000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1000-ഓളം വർഷം പഴക്കമുള്ളതാണ് ഈ മരം. ബഹ്റിൽ വരുന്ന ഏതൊരു സഞ്ചാരിയും ഇത് വന്ന് ഇവിടെ കാണാതെ ഈ മരത്തെ ദർശിക്കാതെ പോകുന്ന ഒരു സംഭവമില്ല. ബഹ്റിൽ വരുന്ന ഏതൊരു ആൾക്കാർക്കും അവരുടെ ഏറ്റവും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ മരം നേരിട്ട് കാണുക എന്നുള്ളതാണ്. കാലവർഷത്തിൻ്റെയും കാറ്റിൻ്റെയൊക്കെ ഗതികളെ അതിജീവിച്ച് ഈ മരുഭൂമിയിൽ ഇന്നും അനേകർക്ക് തണലേക്ക് സമൃദ്ധിയായി ഈ മരം നിലകൊള്ളൂ എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും കടലല്ലേ. സൗദി അറേബ്യയിലേക്ക് പോകുന്ന പാലമാണ് ഇവിടെ തുടങ്ങുകയാണ്. കടൽ പാലമാണ്. ഇരു സൈഡിലും കടലാണ്. സെൻറ്ററിൽ കൂടി പോകുന്ന ഈ പാലമാണ്. സൗദിയെയും ബഹ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം നമുക്ക് അല്പദൂരം, അതായത് കുറച്ച് ഈ പാലത്തിൻ്റെ ഏകദേശം പകുതി ദൂരം വരെ നമുക്ക് പോകാം. അത് കഴിഞ്ഞ് സൗദിയിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ വിസ എടുക്കേണ്ടി വരും. ആ കാണുന്ന കടലാണ്. കടലിൻ്റെ സൈഡിൽ കൂടിയുള്ള, ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ നടുക്കുകൂടിയാണ് നമ്മൾ പോകുന്നത്. ചെങ്കടലിനെ വിഭാഗിച്ച് മോശയും ഇസ്രായേൽ ജനവും കടലിൽ കൂടി യാത്ര ചെയ്തല്ലോ. ദൈവം അവർക്ക് വഴിയൊരുക്കി എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. കാരണം ഇത് കടലാണ്. ഇരു സൈഡിലും കടൽ. കടലിന്റെ നടുക്കു കൂടിയുള്ള റോഡാണ്. 15 കിലോമീറ്റർ നമുക്ക് 15 കിലോമീറ്ററോളം യാത്ര ചെയ്യാം. അതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ പെർമിഷൻ 15 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് പോകണമെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വിസയും നമുക്ക് പെർമിഷൻ വേണ്ടി വരും. കാണുന്ന കടലാണ്. ഇതാണ് സൗദി ബഹ്റൈൻ പാലം. വളരെ നല്ല ഒരു കാഴ്ചയാണ്. ഇവിടെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം അവിടെ നിളയാക്കി കടലിൻ്റെ നടുക്കുകൂടി
ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ ജനം അന്ന് നടന്നുപോയി. ഇന്ന് നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്നു. നിങ്ങൾ കാണുന്നത് കണ്ടോ, കടലാണ്. റോഡിൻ്റെ ഈ സൈഡ് നോക്കിയാൽ കടൽ കാണുവാൻ കഴിയും. കടൽ ഭാഗം കഴിഞ്ഞ് നമ്മൾ കരയിലേക്ക് പ്രവേശിച്ച് പാലത്തിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ബഹ്റിനിലാണ്. ഇവിടെ നിന്നും സൗദി അറേബ്യയ്ക്ക് പോകുന്ന ഫ്രിഡ്ജ്, സൗദിയും ബഹ്റിനുമായി ബന്ധിപ്പിക്കുന്ന പാലം തുടക്കമാണ് ഈ കാണുന്നത്. സൗദി ബഹ്റിൻ ഫ്രിഡ്ജാണ്. ബഹ്റിനിൽ നിന്നും സൗദിക്ക് കടക്കുവാനുള്ള റോഡ് മാർഗം പോകുന്നതിനുള്ള ഏറിയാണ് അതിൻ്റെ ഫ്രിഡ്ജ് പാലം തുടങ്ങുകയാണ്. ചെക്ക് പോസ്റ്റാണ്. ഇവിടെ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലം കഴിഞ്ഞ് കുറച്ച് ദൂരം നമുക്ക് പോകാൻ കഴിയും. അല്ലാതെ നമുക്ക് പോകണമെങ്കിൽ വിസ എടുക്കേണ്ടി വരും. ടോളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. മുകളിൽ പാലത്തിൻ്റെ ടോൾ ഗേറ്റാണ്. സൗദിക്ക് പോകണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പക്ഷെ വിസ വേണ്ടായോ? നമ്മുടെ ചലച്ചിത്ര താരം, നമ്മുടെ പ്രിയങ്കരനായ ദിലീപ് അവരുടെ സ്ഥാപനമാണ് ഈ കാണുന്നത്. മുകളിലൊക്കെ വളരെ ആധുനിക സൗകര്യങ്ങളാണ്. ഫ്രണ്ടിൽ ചായ, കാപ്പി, അകത്ത് കയറിയാൽ എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട്. സാർ ഒരു വാക്ക് പറയുന്നെങ്കിൽ. നല്ല വളരെ മനോഹരമായ സാദുഷ്ടമായ പുട്ടും കടലയും ആണ് ഇവിടെ. ദിലീപിൻ്റെ ഈ സൽമാനിയയിലും പുദീനയിലും ഒക്കെ വരുന്ന മലയാളികളെ ഇവിടെ വന്ന് ഇത് കഴിക്കാതെ പോകാറില്ല. വളരെ ഞങ്ങളും അതിനു വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ, ഗുഡ് ബ്ലസ്. ഞങ്ങളെ ഇവിടെയെല്ലാം ഇന്ന് കൊണ്ട് കാണിച്ച ബഹുമാന്യനായ അജിത് ബ്രദറാണത്. അജിത് കുമാർ അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹ്റിൻ പാലവും ബഹ്റിൻ പട്ടണത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളെ കൊണ്ടുപോയി അദ്ദേഹം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുവാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളീ കാണുന്നത്. ഇത് എണ്ണപ്പാടമാണ്, മരുഭൂമിയിലാണ്. ഈ എണ്ണപ്പാടം ഇവിടെ വരാനായിട്ട് കഴിയില്ല. പ്രത്യേക രീതിയിലുള്ള ഒരു പെർമിഷനോടുകൂടിയാണ് ഞാനിവിടെ വന്നത്. ഇത് കണ്ടോ, ഇത് എണ്ണ ഭൂമിക്കടിയിൽ നിന്നും പമ്പ് ചെയ്ത് മുകളിലേക്ക് വരികയാണ്.
എന്നിട്ടത് പൈപ്പുകളിലായിട്ട് പോയി വിവിധ ഇടങ്ങളിലേക്ക് ഇത് ചെല്ലും. പെട്രോളും ഡീസലും ഒക്കെ ഭൂമിക്കടിയിൽ നിന്നും വരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നിങ്ങളീ കാണുന്നത്. ഇത് അങ്ങ് ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. ഇതൊരു മിഷ്യനാണ്. ഇത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇത് മരുഭൂമിയിൽ പെട്രോൾ കുഴിച്ചെടുക്കുന്ന ഒരു രീതി നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിതാണ്. ട്രാഫിക് സർക്കിളിൽ നിന്ന് എക്സിറ്റ് എടുക്കുക. 300 മീറ്റർ കഴിയുമ്പോൾ ട്രാഫിക് സർക്കിളിലെ രണ്ടാമത്തെ എക്സിറ്റ് എടുക്കുക. ട്രാഫിക് സർക്കിളിൽ നിന്ന് എക്സിറ്റ് എടുക്കുക. കഴിയുമ്പോൾ ട്രാഫിക് സർക്കിളിലെ രണ്ടാമത്തെ എക്സിറ്റ് എടുക്കുക. ബഹ്റൈൻ മനാമ പട്ടണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡിൽ പോകും. വല്ലാത്തൊരു കെട്ടണം തന്നെ. ഞങ്ങളിപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനാമ ടൗണാണ് ബഹ്റൈനിലെ. ഹസാൻ കുമാർ അവറുകളാണ് എന്നോടൊപ്പം ആയിരിക്കുന്നത്. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവസാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. മരുഭൂമിയിലെ നടുവിലായി ഉള്ള ഒരു മനോഹരമായ ചർച്ച കടന്നു വരുവാനായി ദൈവം ഇടയാക്കി. അകലെ കാണുന്നതെല്ലാം പെട്രോള്, ഭൂമിക്കടിയിൽ നിന്നും പെട്രോൾ വലിച്ചെടുക്കുന്ന മേഖലയാണ് ആ കാണുന്നതെല്ലാം. അവിടെ അരികിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു. ആദ്യം അങ്ങനെ എല്ലാ എണ്ണപ്പാടങ്ങളാണ്. ഇതുവഴിയാണ് മോഹൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നോക്കണം.
ഭൂമിക്കടിയിൽ നിന്നും സ്വർണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പെട്രോൾ, ഡീസൽ, അതിനുവേണ്ടി മാത്രമേ ഓയിൽ മുതലായ ഐറ്റങ്ങൾ ജോലിയൊക്കെ എടുക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നത്. കിലോമീറ്ററുകളോളം കിടക്കുകയാണ്. അവണ്ണ വലിച്ചെടുക്കുന്നതാണത്. ഞാനൊക്കെ പറഞ്ഞ സംഭാഷണം കട്ട് ചെയ്തേക്കണം. കാണുന്ന കടൽ, ഇതാണ് പാലം. സൗദി അറേബ്യയും ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പാലമാണ് നിങ്ങളാ കാണുന്നത്. അതുവഴിയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തു വന്നത്. കടലിൻ്റെ നടുക്കുകൂടിയുള്ള യാത്ര. ഓയിൽ എടുക്കുന്നതാണ്. അതാ ഇവിടെ ആവശ്യം. 300 ഈ മീറ്റർ ഈ പൈപ്പിൽ കൂടെയാണ് ഓയിൽ പോകുന്നത്. USA പോകുന്നത്. സൗദിക്കൊക്കെ പോയിട്ട് പിന്നെ ഓയിൽ പോകുന്നതാണ് പൈപ്പുകൾ. ഓയിലെടുക്കുന്ന എണ്ണപ്പാടങ്ങളാണ്. പിന്നെ സൗദിയിൽ അത്രയില്ല. സൗദിയുടെ കുറച്ച് സ്ഥലങ്ങളായിരുന്നു. എല്ലാം എണ്ണ വലിച്ചെടുക്കുന്ന മേഖലയാണ് കാണുന്നതെല്ലാം. അതെയോ ഇങ്ങനെ എണ്ണ എടുക്കുന്ന ഇങ്ങനെയാണ്. ഇതിലേ കൂടെയാണ് എണ്ണ വലിച്ചെടുക്കുന്നത്. എണ്ണപ്പാടങ്ങൾ. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് ബഹ്റൈനും സൗദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനടുത്തുള്ള ഒരു സ്ഥലം, ഒരു ബീച്ചാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ടവർ, നമുക്കിതിൻ്റെ മുകളിൽ കയറാൻ കഴിയും. ഇപ്പോൾ അലോഡല്ല. കയറി നിന്നാൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അടുത്തുള്ള രാജ്യങ്ങളൊക്കെ കാണുവാൻ കഴിയും. ഇത്രത്തോളം വലിയ ടവറാണ് ഈ കാണുന്നത്. എണ്ണ എടുക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ? പെട്രോൾ എടുക്കുന്ന ഭാഗമാണിത്. ബഹ്റൈനിലെ മനാമ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. വിവിധ റൂട്ടുകളിലേക്കുള്ള ബസ്സുകളാണ് കിടക്കുന്നത്. ഏത് ബസ്സിൽ നമ്മൾ കയറിയാലും 300 ബിൽസ് മാത്രം കൊടുത്താൽ മതിയാവും. ഇതിലൊന്നും കയറരുത്. ഇതേപോലെ തമിഴ് നമ്പറിൽ അവൻ കറങ്ങി പിന്നെ ഇവിടെ കൊണ്ടുവന്നു.